ഒക്ടോബർ 4, 2020. ഇന്ത്യൻ ടെലിവിഷനിലെ തന്നെ ആദ്യത്തെ സോഷ്യൽ മീഡിയ താര ഫാമിലി മാമാങ്കത്തിന് തുടക്കം കുറിച്ച ദിനം. ആഘോഷങ്ങൾ നിറഞ്ഞ 8 ആഴ്ചകൾ. റേറ്റിംഗ് ചാർട്ടുകളിൽ ഇരട്ടി ആവേശം നിറഞ്ഞ മത്സര മാമാങ്കങ്ങൾ. ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തി മലയാളിയുടെ സ്വീകരണ മുറികൾ കീഴടക്കിയ 8 പുലിവാൽ ജോഡികൾ. ഇവരുടെ ഉത്സവമേളങ്ങൾ കൊണ്ട് മലയാളിയെ സ്വീകരണ മുറികളിൽ തളച്ചിട്ട 8 ആഴ്ചകൾ. ആവേശം നിറഞ്ഞ 9ാം ആഴ്ചയിലേക്ക്. ഈ ഷോ ഒരു വൻ വിജയമാക്കിയ പ്രേക്ഷക ലക്ഷങ്ങൾക്ക് നന്ദി. കാഴ്ചയുടെ മറ്റൊരു ഉത്സവ നാളിലേക്ക് ഏവർക്കും സ്വാഗതം. Namaskaram, welcome to Cutie the Beauty Soap and BSY Noni Hair Color Shampoo co-presents Mr. and Mrs. നമ്മുടെ blockbuster partner My Generation Detail Hub, co-powered by Asian Paints and special partner Soapik. മറ്റൊരു ഉഗ്രൻ അടിച്ചുപൊളി മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. അയ്യോ സുന്ദര, ഞാൻ വിളിക്കത്തില്ല, ഞങ്ങളുടെ മൂത്താശ ജിപി. അടുത്തത് സുന്ദരി എന്നും നമ്മൾ വിളിക്കത്തില്ല, നമ്മുടെ സ്വന്തം ടിപി. പിന്നെ നമ്മുടെ പിള്ളേരെയൊക്കെ ഏതാ വേറൊരാളെ 2 പേരെ നമ്മൾ സ്വാഗതം ചെയ്യണം. തീർച്ചയായിട്ടും ചെയ്യും. നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ സൂപ്പർ സ്റ്റാർ ഗാലറിയിൽ ഇരിക്കുന്ന സ്റ്റാർ കപ്പിൾ. ലെറ്റ്സ് വെൽക്കം സഞ്ജു ആൻഡ് ലക്ഷ്മി. ഇവരെയൊക്കെ ഈ കുറഞ്ഞ സമയത്ത് അഭിനയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഇവിടെ വന്നിരിക്കുന്ന പച്ചാളം ബാസി. ലെറ്റ്സ് വെൽക്കം ടു ദ ഷോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ മുച്ച മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന നമ്മുടെ മിസ്റ്റർ ആൻഡ് മിസ്സിന്റെ കപ്പിൾ. യെസ്, ലെറ്റ്സ് വെൽക്കം. ഇൻട്രോ ഇഷ്ടപ്പെട്ടായിരുന്നോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ എപ്പിസോഡിലൂടെ ഉള്ളിത് കഴിയുവാ കത്തിക്കല്. ഒരു എപ്പിസോഡ് തുറക്കുന്നത് നിങ്ങളെ മോഹിപ്പിച്ചിട്ട് ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ ജോലി അന്ന് തന്നെ റിട്ടയർഡ് ആയി പോണ ഒരു അവസ്ഥ ചെറിയൊരു റിമൈൻഡർ ഇട്ടെന്നാ. ഇന്നത്തെ എപ്പിസോഡൂടെ ഉള്ളൂ. മാക്സിമം പെർഫോം ചെയ്യുക, മാക്സിമം ഇൻവോൾവ് ആയിരിക്കുക, ഒളിച്ചടുക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അടുത്ത എപ്പിസോഡ് വാടാ, ഞങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞ് ചുറ്റും ഇരിപ്പുണ്ട്. നോക്കിയേ, ആ മീറ്റിന്റെ ഒക്കെ മോൻ നോക്കിയേ. മീറ്റ് ഇരിക്കുന്ന കണ്ടാൽ ഇങ്ങനെ ഇത് എന്റെ സീറ്റായിരുന്നു ഇതിങ്ങനെ ഇരിക്കുന്നവൻ. ഒരു കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ നിന്നില്ലേ വാതിലിന് മുമ്പ് പോയിട്ട്. ഈ ഗ്രൂപ്പില് അവിടെ ഇരിക്കണം എന്ന് ഏറ്റവും ആഗ്രഹമുള്ള ആൾക്കാരൊന്ന് കൈകൊണ്ടിരിക്കും. പച്ചാളം എന്തിനാ പൊക്കിയേ? ആദ്യം കൈ പൊക്കിയത് നിഖിലാണ് കേട്ടോ. അതിനൊരു നിഖിലിനൊരു നല്ലൊരു കൈയടി കൊടുക്കണം. അല്ല, നമ്മളിവിടെ വന്നിരിക്കുന്നത് അതിനാണല്ലോ, ടൈറ്റിൽ വിൻ ചെയ്യാനാണല്ലോ. അപ്പൊ പിന്നെ നമ്മള് മനസ്സിൽ വെച്ചിരുന്നിട്ട് കാര്യമല്ലോ, ഉള്ള കാര്യം പറയണം. മാത്രമല്ല, അധിക എപ്പിസോഡുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 8 കപ്പിളുകളിൽ നിന്നും ഒരു കപ്പിൾ നമ്മളോട് യാത്ര പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരും. അത് മാത്രമല്ല, നിങ്ങളെ ചാലഞ്ച് ചെയ്യാൻ നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തുനിന്ന് കപ്പിൾസ് റെഡി ആയിട്ടിരിക്കുകയാണ്. ഓൾറെഡി ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, നിങ്ങൾക്ക് ടൈറ്റ് കോമ്പറ്റീഷനുള്ള കപ്പിൾസ് ഒക്കെ അതിനകത്തിലുണ്ട്. ഓക്കെ, അപ്പൊ പെർഫോമൻസിൽ യാതൊരുവിധ കുറവും വരുത്തരുത്. ഗൈസ് റെഡി? കുറച്ചുകൂടെ അച്ചത്തില് റെഡി? ഓക്കെ, അപ്പൊ നമ്മള് ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊഡക്റ്റ് പ്രസൻസ് അൾട്ടിമേറ്റ് കോമഡി കപ്പിൾ റൗണ്ട് ആണ് ആദ്യം നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു സെഗ്മെന്റില് ഒരു ഉഗ്രം വീഡിയോ കാണാൻ പോവാണ്. ആ വീഡിയോ ആയിട്ട് വരുന്നത് ആ കസേരയിലേക്ക് ഇവര് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഞങ്ങൾക്കാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഹലോ, ഞാൻ പുറത്ത് പോവാൻ നിൽക്കാടി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയാ? അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ
ഇക്ക 10,000 രൂപയുടെ സാരി എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊക്കെ 10,000 രൂപയുടെ സാരി എടുക്കുമോ? അപ്പോൾ അത് ഞങ്ങൾ വേലക്കാർക്ക് കൊടുത്തു. അപ്പോൾ അതിന് പകരം വേറെ സാരി എടുക്കാനായിട്ട്. അപ്പോൾ ഇക്ക എന്തായാലും ബെൻസ് റിപ്പയർ ചെയ്യാനായിട്ട് പോകണുണ്ടേ. അപ്പം അതിന് പോണ വഴിക്ക് തന്നെ ലുലു മോളിൽ ഇറക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ പാരീസിൽ പോണ കാര്യം. നിന്നോട് ഞാൻ പറഞ്ഞതായിരുന്നല്ലോ. പാരീസിലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ. അപ്പം അതിൻ്റെ ഷോപ്പിങ്ങും കൂടി ഉണ്ട്. നമ്മുടെ സാധാരണ ഡ്രസ്സൊന്നും പറ്റില്ലല്ലോ. ഫാഷനായിട്ടുള്ള ഡ്രസ്സ് വേണ്ടേ. അപ്പം അതിന് പോയി വന്നിട്ട് ഞാൻ വിളിക്കാം. ഞാൻ നിന്നെ ശരി എന്നാ വന്നിട്ട് വിളിക്കാം കേട്ടോ. ഓക്കെ. ആരായിരുന്നു ഫോണില്? അതെൻ്റെ ഫ്രണ്ട് സുജ. സുജോടാണ് ഇത്രയും നോണ പറഞ്ഞിരുന്നത്. എന്തേ? സുജയുടെ ഭർത്താവ് എൻ്റെ ഓഫീസിലല്ലോ വർക്കാണ്. അവനെ അറിഞ്ഞൂടെല്ലാം. ഇതാണ് നിനക്ക് ഒരു കാര്യം എന്നെ ചിന്തിക്കാണ്ട് നീ എല്ലാ കാര്യം നോണ പറഞ്ഞോ. ആലോചിച്ചൂടെ നിനക്ക്? ഇതുപോലെ കള്ളം പറയരുത് പ്ലീസ്. ഇപ്പൊ എന്റെ കൂടെയാണ് നീ പുറത്തേക്ക് വരുന്നത്. എവിടെ നോണ പറയരുത് പ്ലീസ്. വാ. പോലീസും പിടിച്ചു. സമാധാനായി നിനക്ക്? ഓവർ സ്പീഡിലാണല്ലോ വരണേ. അല്ല സാറേ, ഞാൻ 60 വന്നിരുന്നേ. അല്ലല്ലോ, നമ്മൾ 80 വന്നേ. ബ്രേക്ക് ലൈറ്റ് ഒക്കെ പൊട്ടിയെടുക്കണ്ടല്ലോ. അയ്യോ, അത് പാർക്ക് ചെയ്തോട്ട് സംഭവിച്ചത് സാറേ. 2 ആഴ്ചയായിട്ട് നിങ്ങൾ തന്നെയല്ലേ പറയണേ. ഇനിയെങ്കിലും മാറ്റിക്കൊള്ളാട്ടാ. അതെ, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. അപ്പൊ നല്ല ഫൈൻ വരും കേട്ടോ. ഈ സീറ്റ് ബെൽറ്റ് സാറിനെ കണ്ടപ്പോ ഞാൻ ഊരിതാ. ഇക്കല്ലെങ്കിലും പണ്ടേ സീറ്റ് ബെൽറ്റ് ഇടാൻ ഇഷ്ടമില്ലല്ലോ. പോത്തെ ആവശ്യമില്ലാത്തോടത്ത് കയറി അഭിപ്രായം പറഞ്ഞു. മിണ്ടാതിരുന്നോണം. മോളോട് എപ്പോഴും ഇതുപോലെയാണോ ഇയാൾ പെരുമാറ? എൻ്റെ ഇക്ക പാവാ. ഇതിപ്പോ വെള്ളമടിച്ച കാരണം ഇത്രയ്ക്ക് ദേഷ്യം. ആദ്യം തന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയാം. വളരെ നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് എടുത്ത് പറയേണ്ട തന്നെയാണ്. എസ്പെഷ്യലി ഇത്തടെ ഇവിടെ ഇങ്ങനെ വളരെ സൈലന്റ് ആയിട്ടായിരിക്കുക. ഇക്ക അവിടെ ഇങ്ങനെ സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ എപ്പിസോഡിൽ ഇക്കടെ ഡയലോഗ്സും ഇക്കയ്ക്ക് ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് വളരെ നാച്ചുറൽ ആയിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അത് ഡയലോഗിന്റെ മോഡുലേഷൻ ആണെങ്കിൽ അത് രണ്ടുപേരും അതെ കേട്ടോ. ഇക്ക ഒട്ടും മോശമല്ല. സ്ക്രിപ്റ്റ് ഗംഭീരമായിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതിലേറ്റവും ബ്യൂട്ടി ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളെ എലമെന്റിൽ സ്ക്രിപ്റ്റ് എലമെന്റിൽ തന്നെ ഒരു പൊങ്ങച്ചത്തിന്റെ സ്വഭാവം കൊണ്ടുവന്നു. അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന സംഭവം ഉണ്ട്, പുറത്തു വന്ന ഇപ്പൊ ഇന്ന ആള് പൊങ്ങച്ചക്കാരിയാണ് എന്നുള്ളത് നിങ്ങൾ അവിടെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. പുറത്തു പോകുമ്പോ കൃത്യമായിട്ട് കാര്യം പറയണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് എലമെന്റ് ആണ്. അതിനൊരു ബിൽഡ് കൊടുത്തത് വളരെ നല്ല സാധനമാണ്. പക്ഷെ അതിന്റെ ക്ലൈമാക്സ് പഞ്ചിൽ ഇവിടുന്നുള്ള നിങ്ങളുടെ ആൾക്കാരുടെ ചിരി കേൾക്കാം. എന്റെ ഇക്ക പാവമാണ്. അപ്പൊ അത് ഇക്ക പാവമാണ്, അത് വെള്ളം അടിച്ചോണ്ടാണെന്നുള്ള അപ്പൊ നിഷ്കളങ്കത വെച്ചിട്ട് അതാണ് സ്ക്രിപ്റ്റിലുള്ള സർപ്രൈസ് എലമെന്റ്. ഇവിടെ ഇരുന്ന് സൈലന്റ് ആയിട്ട് കൗണ്ടർ അടിക്കുന്ന ആളാണ്, എനിക്കറിയാം. അപ്പോൾ ചേച്ചിയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. രണ്ടുപേരും ഗംഭീരായിരുന്നു. സോ യാ, അടിപൊളി. ഓവറോൾ അടിപൊളിയായിരുന്നു. തീർന്നിട്ടില്ല. സൂപ്പർ സ്റ്റാർ ഗാലറിയിൽ രണ്ടുപേരും ഇരിപ്പുണ്ട്. സൂപ്പർ സ്റ്റാർ കപ്പിൾസ് എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ഇക്കയുടെ വീഡിയോ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ വീഡിയോ ആണ്. എനിക്ക് പ്രത്യേകിച്ച് ലാഗോ കാര്യങ്ങളോ ഒന്നും വീഡിയോക്ക് അത് ഫീൽ ചെയ്തില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പൊങ്ങച്ചം പറയുമ്പോൾ ഇക്ക ബാക്കിൽ ഇരുന്നൊരു എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. അത് നല്ല രസം. അത് കറക്റ്റ് നമുക്ക് ഫണ്ണി വർക്കൗട്ട് ആവുന്ന ഒരു സംഭവം. ഇത്ത ഭയങ്കര നാച്ചുറൽ ആയിട്ട്, കുറച്ചുകൂടെ ഇക്കേക്കാൾ ഇച്ചിരി നാച്ചുറൽ ആയിട്ട് എനിക്ക് ഇത്തയുടെ ഫീൽ ചെയ്തു. അപ്പൊ മൊത്തത്തിൽ സൂപ്പർ സ്റ്റാർ കപ്പിൾസിനും ഇഷ്ടപ്പെട്ടു. നമുക്കിനി മാർക്ക് അറിയണ്ടേ? പെർഫോമൻസ് ഗംഭീരമായിരുന്നു, സ്ക്രിപ്റ്റ് ഗംഭീരമായിരുന്നു, ഞങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റിയില്ല, സർപ്രൈസ് എലമെന്റ് ഉണ്ടായിരുന്നു, ഹ്യൂമർ അടിപൊളി ഉണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് 9 മാർക്ക് തരാതിരിക്കുക? സൂപ്പർ സ്റ്റാർ ഗാലറിയിലേക്കുള്ള പോരാട്ടം കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. തകർത്തില്ലേ? ഹാപ്പി ആയില്ലേ? അപ്പൊ താങ്ക് യു. നമുക്ക് ഉടനെ വേറെ ഒരു റോളിൽ കാണാം. അപ്പൊ ഇതേപോലുള്ള കിടലൻ വീഡിയോസ് നമ്മൾ കണ്ടു അല്ലെ? ഇത്താടെ പൊളിച്ചടുക്കി എല്ലാവരും. നമ്മുടെ കോമഡി കപ്പിൾ റൗണ്ടിലെ എനിക്ക് തോന്നുന്നു ടോപ്പ് മാർക്ക് ഇവർക്കാണ്. അതെ, 10ൽ 9. അപ്പൊ ഈ ഒരു സന്തോഷത്തോടു കൂടി നമ്മൾ അടുത്ത ഗെയിമിലോട്ട് പോകാൻ പോണ്, അടുത്ത ടാസ്കിലോട്ട് പോവാണ്. ടാസ്കിന്റെ പേര് ജൂനിയർ മാൻഡ്രേക്ക്.
സ്നേഹത്തോടെ കൈവച്ച് കഴിഞ്ഞാൽ പണി തരുന്ന ഒരാളാണ് ജൂനിയർ മാൻഡ്രേക്ക്. ആ പേര് പോലെ ആണോ ആ സ്വഭാവം നമുക്കറിയത്തില്ല. ആ ടാസ്ക് എന്താണെന്നോ ഗെയിം എന്താണെന്നോ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആരേഷിട്ട് വിളിക്കാൻ പോണേ? ജൂനിയർ മാൻഡ്രേക്ക് ഗെയിം കളിക്കാനായിട്ട് ഈ വേദിയിലേക്ക് വിളിക്കുന്നു. ലെറ്റ്സ് വെൽക്കം ബിപിൻ ആൻഡ് ജസ്ന. ഇവര് മാത്രല്ല ഇനി ഒരു കപ്പിളും കൂടെ ഉണ്ട്. ഞാൻ നേരത്തെ നോക്കി ആശിപ്പിച്ച് മോഹം കൊടുത്ത രണ്ടുപേരും. എന്തിനാ അവരെ സങ്കടം? വിളിക്കിച്ചിട്ടു. നിഖിൽ ആൻഡ് ലെന. Come on, നിഖിൽ and ലെന. അപ്പം ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ടാസ്കിന് വേണ്ടിട്ട് വന്ന് നിൽക്കുകയാണ് നിഖിൽ, ലെന ആൻഡ് ബിപിൻ, ജസ്ന. റെഡി അല്ലേ? റെഡി. അപ്പൊ ജൂനിയർ മാൻഡ്രേക്കിന് കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ വരാനുണ്ട്, റൂൾസ് പറയാനുണ്ട്. അതെ, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് പ്രോപ്പർട്ടീസ് വരട്ടെ അല്ലേ? പ്രോപ്പർട്ടീസ്. ജൂനിയർ മാൻഡ്രേക്കിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ വന്നു. പ്രോപ്പർട്ടീസ് മാത്രമല്ല, കംപ്ലീറ്റ് സെറ്റ് ആയാണ് മതിലെ ഉത്തമേട്ടന്റെ തല. ഓക്കെ, അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആണ്. ഇവരെ നിങ്ങൾ കണ്ടല്ലോ, ഭർത്താക്കന്മാരെ ഒക്കെ നമ്മളിങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരാളോടുണ്ട് ഈ ഭർത്താവിനെ കൃത്യമായിട്ട് വന്ന് ഫീൽ ചെയ്ത് ഏത് ഭർത്താവാണെന്ന് കണ്ടുപിടിക്കാം. സിമ്പിൾ ആയിട്ട് സ്വന്തം ഭർത്താവാണോ എന്ന് കണ്ടുപിടിക്കാം. കറക്റ്റ്. ഏത് ഭർത്താവല്ലല്ലോ, സ്വന്തം ഭർത്താവാണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ചെവിയിൽ മാത്രം മൊത്തത്തിൽ നിന്ന് ഒരു തഴുകൽ, ഒരു തലോടൽ മാത്രമേ ഉള്ളൂ. ഈ തഴുകലിലും തലോടലിലും സ്വന്തം ഭർത്താവിനെ കണ്ടുപിടിക്കണം അല്ലേ? ഇവിടെ എന്തോ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾക്ക് ഇക്കളാവൂലേ? നിങ്ങൾക്ക് ഇക്കളാവുമ്പോ നിങ്ങൾ കടിച്ചു പിടിച്ചിരിക്കണം. സൗണ്ട് പുറത്തു വരരുത്. സൗണ്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ മറ്റേ ടീമിന് വാക്ക് ഓവർ. ഓക്കെ, റെഡി? റെഡി. ജൂനിയർ മാൻഡ്രേക്ക് തുടങ്ങാം. ഓക്കെ, ഇവരെ കണ്ടുപിടിക്കാനായിട്ട് ഇവരുടെ ഭാര്യമാരെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഈ 3 ബോക്സിൽ ഒരാൾ നിങ്ങളുടെ ഭർത്താവാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ വരിക, ഇതിൽ കേറുക, കൈ ഇടുക, ഒന്ന് പരതുക, സ്വന്തം ഭർത്താവാണോ എന്ന് നോക്കുക. ആണെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങുക, കേറുക, പരതുക. 3 എണ്ണത്തിലും നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുക ഇതാണ് എന്റെ ഭർത്താവ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ബോക്സിന്റെ ബാക്കിൽ നിൽക്കുക. ഓക്കെ, സിമ്പിൾ. അപ്പൊ ജൂനിയർ മാൻഡ്രേക്ക് ടാസ്ക് ആദ്യം ചെയ്യാൻ പോകുന്ന ലെനയാണ്. നല്ല കഴി. സോറി ജസ്ന. പൊക്കോളൂ. ഒരു തഴുകൽ, ഒരു തലോടൽ. നോക്കാനൊന്നും പാടില്ല. ഇതെന്ത് സാധനം? ഇതൊരു വൃത്തികെട്ട സാധനം. അത്രേ ഉള്ളൂ. ഇപ്പുറത്ത് വാ. ഒരു തഴുകളിലൊക്കെ സ്വന്തം തലയൊന്നും പുറത്തിടരുത്, ഉള്ളിലിരിക്കുന്ന ഏട്ടായിനെ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചേ. മതി. അത്രേ ഉള്ളൂ. അടുത്തത് ഏട്ടായിനെ കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. പിന്നെ കുറച്ച് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റും ഉണ്ടായിരുന്നു. മതി. കൈയെടുത്തോ. ഇതിൽ 3 പേരിൽ ആരാണ് ജസ്നയുടെ ഭർത്താവ്? ഒന്നുകൂടെ നോക്കണം, എനിക്ക് മനസ്സിലായില്ല. ഒരു ഭർത്താവിന്റെ മോന്ത മാന്തി കീറിയത് അത്ര സമയം പോലെ. ഇതെല്ലാം ഒരുപോലെ ആണല്ലോ ടാസ്ക്. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരെണ്ണം തെരഞ്ഞെടുക്കാം. ഇതാണോ? ഈ തൊട്ടതിൽ വെച്ചിട്ട് ഈ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞ സാധനം എവിടെയായിരുന്നു? ഏതിലാണ്? എനിക്ക് താടി മാത്രമേ കിട്ടുള്ളൂ. ചേട്ടായിക്കെന്ന് പറഞ്ഞാൽ മൂക്ക് ഇങ്ങനെ ചരിഞ്ഞിരിക്കട്ടെ, ചുണ്ടിത്തിരി ഇങ്ങനെ നീങ്ങിയിരിക്കണം. അപ്പൊ മൊത്തത്തിൽ പക്ഷെ ഇങ്ങനെ ഇത്ര സമയമുള്ളൂ. അത്രേ ഉള്ളൂ. അത്ര സമയമുള്ളൂ. ഇല്ല, ഇവിടെ നിൽക്കാം. ഇത് ചെക്ക് ചെയ്തിട്ട് പോവാം. ഇതാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് പോകണ്ടല്ലോ, ഇവിടെ തന്നെ ചെക്ക് ചെയ്തോളൂ.
മതി മതി മതി. ആ അത്ര മതി. അടുത്തു എന്തൊക്കെയോ മനസ്സിലായി. അതെന്റെ കെട്ടിയാണ് ഏതാണ്ടാ. ഓക്കെ ഇയാൾക്ക് ഞാൻ അടി കൊടുക്കും കേട്ടോ. എന്നെ കടിച്ചിട്ടുണ്ട് കയ്യില്. ഇതിന് ഞാൻ ഇറങ്ങിട്ട് കയ്യില് സ്വന്തം കെട്ടിയവന്റെ മോന്തടിക്കുന്ന തെറിപ്പിക്കും. ആ മതി 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 മതി. പറയൂ, ഇതില് മൂന്നിലും ഇവിടെയാണോ? കേറുന്നു വെളി കേറുന്നു. ഓക്കെ, ഇതില് ഞാനും എടുക്കാം. ഓക്കെ, അപ്പൊ ലെനയുടെ ഹസ്ബൻഡ് അതാണ് അല്ലേ? ഓക്കെ, കറക്റ്റ്. പ്രേക്ഷകർ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് ഇവർ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കൈ. എങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് ഇവർ തെരഞ്ഞെടുത്തല്ലേ? പിന്നെ കൈ ഒരാൾ കടിച്ചെന്ന് പറഞ്ഞില്ലേ? അറിയണോ ആളാരാന്ന്? ഇത്ര നാളും കണ്ട ഭർത്താവിനെ ഒറ്റ സ്പർശനത്തിലൂടെ തിരിച്ചറിഞ്ഞു ജസ്ന. വാട്ട് എ വണ്ടർഫുൾ കോയിൻസിഡൻസ്. അപ്പൊ പിന്നെ ഓട്ടോമാറ്റിക്കലി പൊക്കിക്കോ. അത്രേ ഉള്ളൂ. ഞാനടെ യഹൂദനോ? ഇത്രയും നേരിട്ട് അമ്മച്ചിരി തടി മീശന്റെ ഇല്ല നോക്കിപ്പോ എല്ലാവർക്കും തടി മീശയും. ഇവിടെ ബോഡി ഷേവിങ് എടുത്തു. എന്റെ മൂക്കിന് നീളമുള്ള എന്റെ അങ്ങോട്ടൊക്കെ നീളമുള്ള. അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല വ്യക്തമായിട്ട്. സ്വന്തം ഭാര്യ പറഞ്ഞത് കേക്കണം. മൂക്ക് ഞെഴുതിരിക്കുന്നു. ഇവിടെ ഞെഴുതിരിക്കുകയാണ്. മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ്. പരസ്യമായിട്ട് കളിയാക്കണ്ട. ഓ എന്റെ ദൈവം, എങ്ങനെ സഹിക്കും? അത് വെച്ച് ഞാൻ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, ഈ ജൂനിയർ മാൻഡ്രേ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു ജി പി? വളരെ കൃത്യമായിട്ട് അവർ ഒറ്റ സ്പർശനത്തിൽ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഒരു ഗംഭീര കൈയടി കൊടുക്കാം. രണ്ടുപേർക്കും പോയിന്റ്സ് ഇല്ല. പക്ഷേ രണ്ടുപേർക്കും നല്ല ഉഗ്രൻ പണിഷ്മെന്റ് ഉണ്ട്. പ്രേക്ഷകരുടെ നിരന്തരമായ അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് നമ്മൾ ഹസ്ബൻഡ്സിന് പണി കൊടുക്കണം. അല്ല, ഈ തവണ എന്താ സന്തോഷം. പണി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്കാണ്. നല്ല പണി. ഡി പി പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. എനിക്ക് ഈ പണിഷ്മെന്റ് കാണണം. പണിഷ്മെന്റ് കാണോ? അയ്യോ, അതിനും കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വരണം. കാര്യം ഈ പ്രോപ്പർട്ടിയൊക്കെ ഒന്ന് മാറ്റി കുറച്ച് സെറ്റപ്പുകൾ ചെയ്യാനുണ്ട്. പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോ കുറച്ച് കനത്തി ഉണ്ടായി കൊടുക്കാൻ. അപ്പൊ ഈ പ്രോപ്പർട്ടീസ് മാറി പണിഷ്മെന്റിനുള്ള പ്രോപ്പർട്ടീസ് എത്രയും വേഗം വരട്ടെ. ഒരു മിനിറ്റ്, നിങ്ങൾ വീണ്ടും വീണ്ടും മറന്നു പോകുന്നു. ഗ്യാലറിയിലുള്ള ആൾക്കാരൊന്നും മിണ്ടിയില്ല. സഞ്ജു സാറും ലക്ഷ്മി മാഡം എങ്ങനെയുണ്ടായിരുന്നു ഈ ടാസ്ക്? എന്താ പറയാ, നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ക്ലൈമാക്സ് കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഇതിനകത്ത് എന്ത് ക്ലൈമാക്സ്, ആർക്ക് ഏത് ഭർത്താവിനെ കിട്ടുന്നത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. നല്ല അടിപൊളിയായിരുന്നു. അതല്ല, സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ലക്ഷ്മി കറക്റ്റ് അടി കറക്റ്റ്. അത് എരുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമായിരുന്നു. നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ലെന ചേച്ചിയൊക്കെ കുറച്ചുകൂടി നല്ലോണൊക്കെ ആക്റ്റീവായി. ജസ്റ്റിനെ പറയണ്ടല്ലോ. ഓക്കെ, അപ്പോ ജൂനിയർ മാൻഡ്രേക്ക് ടാസ്കുകളെ കഴിഞ്ഞു. പക്ഷെ ഈ ടാസ്കിന്റെ പണിഷ്മെന്റ് ബാക്കിയുണ്ട്. ആ പണിഷ്മെന്റിന് കുറച്ച് സാധന സാമഗ്രികൾ വരാനുണ്ട്. കാര്യം നിങ്ങൾ പ്രേക്ഷകർ പറഞ്ഞ പോലെ ഇപ്രാവശ്യം പണി കിട്ടാൻ പോകുന്നത് ഭാര്യമാർക്കാണ്. ജൂനിയർ മാൻഡ്രേക്ക് ടാസ്ക് കഴിഞ്ഞു. രണ്ടുപേരും നല്ല അസലായിട്ട് സ്വന്തം ഭർത്താക്കന്മാരെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകര് പറഞ്ഞ പോലെ ആർക്കാണ് പണി? ഭാര്യമാർക്ക്. പക്ഷെ ടൂർ പോവാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടോ? നമ്മളെ ഫസ്റ്റ് എപ്പിസോഡിൽ നല്ല പണിയെന്നാ നമുക്ക് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് കുറെ തെറ്റിച്ചാവും. ആ പൊടിയിലൊക്കെ ഇട്ട് മുക്കാൻ വേണ്ടി. അതുകൊണ്ട് അറിയാതെ ഇവിടെ കുന്തം കൊണ്ട് തലയ്ക്ക് കുത്താം. ഒരു കുത്തു കൊടുത്തിട്ട് അത് പൊട്ടിക്കണം. പണിഷ്മെന്റിനുള്ള സമയമാണ്. നമ്മുടെ കണ്ടസ്റ്റന്റ്സും ജഡ്ജസും നമ്മുടെ സൂപ്പർ കപ്പിൾസും നമ്മുടെ പ്രേക്ഷകരും ഒരുപോലെ കാത്തിരുന്ന ഭാര്യമാർക്കുള്ള പണി. ഓക്കെ ഓക്കെ ഷിട്ടു, നമുക്ക് അവിടെ ഇരിക്കാം. ഇല്ലെങ്കിൽ പ്ലാറ്റ് എന്ന് പറഞ്ഞതെല്ലാം തല വീണു. ആരാദ്യം ഒരുമിച്ച് പൊട്ടിച്ച് ആകെ നിങ്ങൾ കാര്യം ഇത് കുത്തുന്ന കാര്യത്തിൽ ഭയങ്കര ഡൗട്ടാണ് ബിബിന്. കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് വേണേ കുത്തിക്കോ. ഓക്കെ, ഞങ്ങളൊന്ന് മാറട്ടെ. കുത്താണ്. ഓക്കെ, റെഡി? 3, 2, 1, go.
മറണ്ടേ നമ്മള് പണിഷ്മെന്റ് ആർക്കാ കൊടുത്തേ? സ്വയം ഏറ്റുവാങ്ങി കുളിച്ച് എന്താണ് ഞാൻ കളിക്കുന്നില്ല, ഇത് ശരിയാവില്ല. സ്വന്തമായിട്ട് നനയാതിരിക്കാനാ ഈ നെടുനീളത്തിലുള്ളത് കൊടുത്തത്. ഇത്രയും പോയിട്ട് അല്ല അതിപ്പോ കുഴപ്പമില്ല, എന്താ പിന്നെ നമുക്കൊരു കമ്പനി കൊടുത്തല്ലേ. എന്നാ പിന്നെ അങ്ങോട്ട് മാറ്റി നിർത്തി അതിനകത്ത് നിൽക്കായിരുന്നില്ലേ? ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ചെയ്തിരുന്നു. അതായത് ഭർത്താക്കന്മാർക്ക് മാത്രമേ പണി കിട്ടണുള്ളൂ. അപ്പൊ നിഖില് ചെയ്താണ് ഫൗളായി പോയി. ആ ഫൗളൊന്നും വരാതെ ആ ദൗത്യം വളരെയധികം ഭംഗിയായിട്ട് നിറവേറ്റാൻ പോണ പറഞ്ഞു. ഒരു കാര്യം, ഇതേപോലെ ഡയലോഗ് അടിച്ചതാ നിഖില് ചെയ്യില്ല. ഇല്ലില്ല, അത് പറഞ്ഞ നിഖിലിന് പറ്റിപ്പോയ അവസ്ഥ എനിക്ക് പറ്റാണ്ട് ഞാൻ വളരെ തയ്യാറെടുപ്പ്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ രാജമാണിക്യമല്ലേ ഈ പറയുന്നത്. കുത്തിക്കോട്ടെ. ഇതെന്താ പടക്കത്തിന് തീ കൊണ്ടിരിക്കും? നീ നേരൊക്കെ ചിട്ടു ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവന്മാരെ കൊണ്ട് പണിഷ്മെന്റ് വാങ്ങിക്കാനേ കൊള്ളൂ. രണ്ടുപേർക്ക് പണിഷ്മെന്റ് കിട്ടിയടാ ഇവരുടെ കൂടെ. പോയി വീണു. ഈ ഭർത്താവ് നനഞ്ഞു, ആ ഭർത്താവ് ഉരുട്ടടിച്ച് വീണു. ബിബിൻ അവിടെ പോയി വീണ് കൈ പൊട്ടി. ബിബിൻ ഇത് നിഖില് പറഞ്ഞ പോലൊന്നും അല്ല. കഴിഞ്ഞ പ്രാവശ്യം എന്റെ തലയെ ഇട്ടതാണ്, ഞാനിത് കുത്തും. ബിബിന് ആവേശം വേണ്ട, ഇത് അവൻ പറഞ്ഞ പോലൊന്നും അല്ല, ഞാനിത് കുത്തും. അല്ലാതെ എന്റെ നേരത്തെ പടക്കത്തിന് തീ കൊളുത്തുന്ന പോലെ. അല്ല, അവനൊരു അവസ്ഥ പറ്റി. അപ്പൊ എനിക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടി വളരെ കെയർ ചെയ്ത് ഞാൻ കുത്തിയതാണ്. പ്രേക്ഷകർ ഒരു കാര്യം പറഞ്ഞിട്ട് അത് വൃത്തിക്ക് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇനി നമുക്ക് ഒരുപാട് സമയമുണ്ട്. തൽക്കാലം മക്കളെ നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് അപ്പൊ നമ്മുടെ ജൂനിയർ മാൻഡ്രിക് ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? GPDP ഗംഭീരം. പണിഷ്മെന്റ് എങ്ങനെയുണ്ട്? അതിലേറെ ഗംഭീരം. ഇതാണ് നമ്മള് പ്രേക്ഷകർ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് രണ്ട് കൈ നീട്ടി അതൊക്കെ സ്വീകരിക്കും അല്ലേ? പ്രേക്ഷകർ ഇപ്പൊ പണിഷ്മെന്റ് കാണാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഭാര്യമാർക്ക് കിട്ടുന്ന പണിഷ്മെന്റ് ആണ് അവർക്ക് കുറച്ചുകൂടെ കാണേണ്ട കാര്യം. അവർ ഒരുപാട് തവണ പറഞ്ഞു ഭർത്താക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ പണിഷ്മെന്റ് എന്ന് ചോദിച്ചു. ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായി കാണും. ഈക്വലായി. അപ്പൊ നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ടാസ്കിനോടുള്ള സമയം എന്തായാലും നമുക്കില്ല. ഓക്കെ, ഒരു ടാസ്കിനുള്ള സമയമില്ല. അപ്പൊ എന്ത് ചെയ്യുന്ന ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോ GP ഇല്ലായിരുന്നു, നമ്മുടെ DP ഇല്ലായിരുന്നു, ഷിട്ട് പോലും ഇല്ലായിരുന്നു. നമ്മളുടെ മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ഓഡീഷൻ ടാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പിൾസ് എന്തോ അത് അവിടെ പോയി അത് കാണാനും അതിൽ ഭാഗമാകാനും ഉള്ളൊരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇവർക്ക് പണി ഞാൻ അവിടുന്ന് കൊടുത്തു തുടങ്ങിയതാണ്. ഓക്കെ, ഇടവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉഗ്രൻ ഓഡീഷൻ ടാസ്ക് വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഞാനിപ്പോ പ്ലേ ചെയ്യാൻ പോവാണ്. മനപ്പൊരുത്തം ടാസ്ക് ആണ്. ആ ടാസ്കിൽ പങ്കെടുത്തത് അജിത്തും ഡോണയും അതേപോലെ തന്നെ സുമിത്തും ഹിമയും ചേർന്നിട്ടാണ്. അത് പറയുമ്പോ തന്നെ ഹിമയ്ക്കൊന്നും നിർത്താൻ പറ്റാത്ത ചിരിയാണല്ലോ, വൻ ബിൽഡപ്പ് ആണല്ലോ. അല്ല, അതില് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് പക്ഷെ അജിത്തിനാണ്. അത് നമ്മുടെ പ്രേക്ഷകർക്കും നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതാണ് ഒരു ആനന്ദം എന്ന് പറയുന്നത്. സുന്ദരിമാരും സുന്ദരന്മാരും ഇങ്ങനെ റെഡി ആയിട്ടിരിക്കണം. എന്ത് ഭംഗിയുണ്ടല്ലോ ഇവരെല്ലാരെയും കാണാൻ. നിങ്ങൾ സത്യത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാരും ഒന്ന് ചിരിച്ചേ. നിങ്ങളൊരു കപ്പിൾ പോസ് കൊടുത്തേ നമ്മുടെ പ്രേക്ഷകർക്ക്. കപ്പിൾ പോസ്. പോസ്റ്റ് നമ്പർ 1 ഞങ്ങളാണോ? രണ്ടുപേര്. പോസ്റ്റ് നമ്പർ 2, പോസ്റ്റ് നമ്പർ 3. ഞാൻ ചോദ്യം ചോദിക്കുമല്ലോ, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഞങ്ങള് പൊക്കി കാണിക്കണം. അങ്ങനത്തെ യാതൊരു കയ്യിലുള്ള ബോർഡ് പൊക്കി കാണിക്കണം. അല്ലാതെ ചാടി കയറി ഞാൻ പൊക്കി കാണിക്കുന്നു പറയരുത്. സഭ്യമായ ഭാഷയിൽ സംസാരിക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് കയ്യിലുള്ളത് പൊക്കി കാണിക്കും. ഓക്കെ, അപ്പൊ റെഡിയല്ലേ? അപ്പൊ നിങ്ങളെ ഞാനൊരു ചോദ്യം ചോദിക്കും. അപ്പൊ നിങ്ങള് ഒന്നുകിൽ യെസ് ആണെങ്കിൽ എസ്, അല്ലെങ്കിൽ നോ ആണെങ്കിൽ നോ എന്നുള്ള ബോർഡ് കേട്ടോ. അതിത്തെ ബോർഡ് നമ്മൾ പൊക്കി കാണിക്കും. ശരിയാണെങ്കിൽ അടിപൊളി കൈയടി. ഇനി ഉത്തരം തെറ്റിയാലോ? കൈയടിക്കൂലോ? ഇല്ലല്ലോ. ഉത്തരം തെറ്റിയാൽ ആർക്കാണ് പണി? ചേട്ടനല്ലേ? എന്താ സന്തോഷം ചിരി നോക്കിയേ. ചേട്ടൻ എന്താണ് പണി? ഈ ഇരിക്കുന്ന വിഭവസമൃദ്ധമായ ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ മുക്കി പെരട്ടിയെടുക്കും. ഓക്കെ, റെഡി? സുഹൃത്തുക്കളെ, നമ്മൾ ഇനി ഇവരുടെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം. ഭാര്യയുടെ സങ്കല്പത്തിലുള്ള ഭർത്താവിനെയാണ് ഭാര്യയ്ക്ക് കിട്ടിയിരിക്കുന്നത്.
പൊക്കോ. അടിപൊളി. നിങ്ങൾ 4 പേരും ഉത്തരം കറക്റ്റ് ആക്കി. ഇതേപോലെ ബാക്കിയുള്ള ചോദ്യങ്ങളും ശരിയാക്കി കേട്ടോ. ഈശ്വര, സർവ്വതും മംഗളമായി ഭവിക്കണേ. പൊതു ഇടങ്ങളിൽ വെച്ച് ഭർത്താവ് ഭാര്യയെ മാനം കെടുത്താറ്. അയ്യോ സുമിത് അനിക്കിമ തൽക്കാലം അതൊക്കെ കാത്തൊന്ന് റിലാക്സ് ആയിക്കോളൂ. എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ട്. പണി കിട്ടിയോ? അജിത് മോനെ കുട്ടാ ചേട്ടാ അങ്ങനെ ചെയ്യാവോ? പൊതു ഇടങ്ങളിൽ വെച്ച് മേലാൽ ഡോണെ അപമാനിക്കരുതടാ. മൂന്നാമത്തെ ചോദ്യം. കൂടുതൽ സോറി പറയുന്നത് ഭർത്താവ് ഭാര്യയോടാണ്. എന്തോ എങ്ങനെ? കൂടുതൽ സോറി പറയുന്നത് ഭർത്താവ് ഭാര്യയോടാണ്. ഭർത്താവ് ഭാര്യയോടാണ് അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ പൊക്കെ എന്റെ ഡോണെ. ഒന്ന് പൊക്കടി, ഒന്ന് പൊക്കി. അയ്യോ എന്റെ കുട്ടനിക്ക് വന്നേ. മനോഹരമായ ഗോതമ്പ് ഫേഷ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് സൗന്ദര്യവർദ്ധകത്തിന്റെ ചീര ഫേഷ്യൽ. എന്റെ ദൈവമേ, എന്തൊരു ചിത്രത്. പണിയൊക്കെ എനിക്ക് തീറ്റാവനും. എന്റെ പുത്തൻ ഷർട്ട്, പാന്റ്, ഷൂ. നാലാമത്തെ ചോദ്യം. നിങ്ങളുടെ ഭർത്താവ് പരദൂഷണത്തിൽ വിദഗ്ധനാണ്. രക്ഷപ്പെട്ടു. അഞ്ചാമത്തെ ചോദ്യം. ഭർത്താവ് ഭാര്യയുടെ പേര് അറിയാതെ മാറി വിളിച്ചിട്ടുണ്ട്. അജിത്ത് ഇങ്ങനെ മാറിക്കേ. ഇവിടെ ഇച്ചിരി സാധനങ്ങൾ ബാക്കിയിരിപ്പുണ്ട്. ഗോതമ്പ് ചീര. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് തൊക്കോളി സോസ് തലമുക്കുക. അപ്പം ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം നമ്മള്. ബെഡ്റൂമിൽ മാത്രമേ ഭർത്താവ് റൊമാൻറ്റിക് ആകാറുള്ളൂ. ബെഡ്റൂമിൽ മാത്രമേ റൊമാൻറ്റിക് ആകാറുള്ളൂ. വേറെ എവിടെ ആകാറില്ല? വേറെ എവിടെയാ? അജിത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കാം. അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാൽ മതി. കാര്യം പറഞ്ഞിട്ട് ഞാൻ ബെഡ്റൂമിൽ റൊമാൻസിന് ഏറ്റവും നല്ലത് മുട്ട ഫേഷ്യൽ. മുട്ടയുടെ മുങ്ങിയ കൂളിംഗ് ഗ്ലാസ്. എന്നാ നാറ്റമാണ്. അത് ശരിയാ സത്യമാണോ ഈ പറയുന്നത്? സുമിത്തങ്ങനെ അങ്ങനെ നിൽക്കാം. മോനെന്നൊന്നും വിളിക്കുന്നുണ്ട. മോനേന്റെ ഞാൻ പുറത്ത് വെച്ചിട്ട് എവിടെ റൊമാൻറ്റിക് എനിക്ക് പറയും ആയിട്ടുണ്ടല്ലോ. എവിടെ വെച്ച് ഉണ്ട്. എന്തോ നീ ഉദ്ദേശമാണല്ലായിരിക്കും. അമ്മുന് റൊമാൻസ് എന്താന്ന് മനസ്സിലായില്ല കേട്ടോ. അജിത്ത് കൂട്ടാ ഇങ്ങോട്ട് വന്നേ നീ. അപ്പൊ ഞങ്ങൾ ശരിയാക്കിയില്ലേ? നിങ്ങൾ ശരിയാക്കിയില്ല. ചോദിച്ച എന്താന്ന് പറഞ്ഞാൽ നീ ശരിയാക്കിയിട്ടുണ്ടാവേ. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്.
ആ പക്ഷേ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ റൊമാൻറ്റിക് ആകാറുണ്ട്. നിനക്കെന്താ പറ്റിയ? ഇപ്പൊ എല്ലാം ശരിയായില്ലേ? കൃഷ്ണം ഉഷ്ണേന് ശാന്തി കൃഷ്ണ എന്നാണല്ലോ ചൊല്ല. പ്രവർത്തിങ്ങ് ഒരു മൊട്ട വണ്ടി വരുന്നുണ്ട്. അപ്പൊ നമ്മള് ശരിയാക്കി ചോദ്യം നമ്പർ 7. നിങ്ങളുടെ ഭർത്താവ് ഒരു പേടിത്തൊണ്ടൻ. നിങ്ങളുടെ ഭർത്താവ് ഒന്നും പറഞ്ഞു ഒരു പേടിത്തൊണ്ടനാണ്. അടിപൊളി, നല്ല കൈയടി. താത്തിട്ടോ. 8ാമത്തെ ചോദ്യം. നിങ്ങളുടെ വിവാഹം അബദ്ധമായെന്ന് തോന്നിയിട്ടുണ്ട്? സത്യം പറഞ്ഞോ മാർക്കിന് വേണ്ടി പറയാം. സത്യം പറഞ്ഞു. മനസ്സ് തുറക്ക്. തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സ് തുറക്ക്. എനിക്ക് തോന്നിയിട്ടില്ല. അബദ്ധം തോന്നിയിട്ടില്ല. സത്യസന്ധമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ. ഭാര്യയെ പറ്റി തന്റെ സുഹൃത്തുക്കളോട് ഭർത്താവ് കുറ്റം പറയാറുണ്ട്? പറയാറില്ല. കുറ്റം പറയാറുണ്ട്. കുറ്റം പറയാറുണ്ട്. സുമിത്തെ കുറ്റം പറയാറുണ്ട്. ചേട്ടായി ചെറിയ ചെറുതൊക്കെ ചേട്ടായി പറയാറുണ്ടല്ലേ? അതൊരു കുറ്റമല്ലേ? അജിത്തെ ഒരു 2 സ്റ്റെപ്പ് പുറകോട്ട് നീങ്ങനെ. നമ്മളിപ്പോ നേരത്തെ മുങ്ങിയത് മുട്ടയിലല്ലേ, ഇനി നമ്മൾ ഗോതമ്പിൽ മുക്കി അങ്ങ് പോയി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാറില്ലേ ചേട്ടായി? ഞാൻ അതാ ഉദ്ദേശിച്ചത്. ഈ പുള്ളിക്കാരൻ ഒച്ചെടുത്തപ്പോ എന്റെ കൺഫ്യൂസ് പോയി. എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. ഇവിടെ ഞാൻ ഒടയാതെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ചേട്ടായിയെ. നമ്മളിനി എഴുതി മുങ്ങൂടാ, മുട്ടയിൽ മുങ്ങിയാലോ? സുമിത്ത 2 സ്റ്റെപ്പ് പുറകോട്ട് നീങ്ങി. 3, 2, 1 ഗോ. നിന്റെ ഒരു കുറ്റം പറയാറുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും പറയാറുണ്ട്. ഇപ്പൊ പറ. ഞാൻ പറയാറുണ്ടെന്ന് എന്നോട് ഞാൻ എന്നെ കണ്ടുപിടിക്കും നിന്റെ ഒരു കുറ്റവും ഞാൻ പറയാറില്ലല്ലോ എന്ന് പറഞ്ഞതാ. എന്റെ വീട്ടിൽ വെച്ച് നമുക്ക് റൂമിലെത്തി തരാം. ചേട്ടൻ പറയാറില്ലേ ചേട്ടായി? ഞാൻ എന്തുണ്ടാ പറഞ്ഞു. ലാസ്റ്റ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എന്റെ ക്ലാസ് താഴെ പോയി. 10ാമത്തെ ചോദ്യം. എന്തോ വീണു. എന്റെ ക്ലാസ്സിലെ പോയിട്ടുള്ളൂ. റെഡി. 10ാമത്തെ ചോദ്യം. ഭർത്താവിന്റെ സ്വഭാവം നന്നാകണമെന്ന് ഭാര്യ പ്രാർത്ഥിക്കാറുണ്ട്? ശരിക്കും ആലോചിച്ചിട്ട് പൊക്കുക. നീ കണ്ണാടി മാറ്റി ഞാൻ ആ കണ്ണിലെ കെട്ടൂടെ അഴിച്ചിട്ട് പരസ്പരം എല്ലാരും ഒന്ന് കാണിച്ചു തരട്ടെ. ഹായ്, എന്തിന്? ഹായ് നോക്കൂ. സുമിത്തിനെ അജിത്തിനെ നോക്കൂ. ഇനി ഞാൻ ഡോണയുടെ അയച്ചേ. ഈ ഭർത്താക്കന്മാരുടെ കണ്ണിലെ കെട്ടുകൾ അയച്ച് അവര് തരുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ വാങ്ങും. അവരെന്ത് തരാനാ? നിങ്ങൾ തരുമായിരിക്കും. കണ്ണാടി മാറ്റാം. അയ്യോ ചേട്ടാ, അതുപോലെ ചേട്ടൻ കാണിച്ചേക്കരുത്. ഓക്കെ, പുതിയ ഡ്രസ്സാ ചേട്ടാ. വീണ്ടും വാങ്ങി. വേണ്ട പ്ലീസ്, വേണ്ട. ഇത് ടാസ്കിലില്ല. വേണ്ട
എന്തോ ചേട്ടാ ഇങ്ങനെ ഒരു പതിൽ സ്നേഹമില്ലാണ്ട് കാണിക്കണം. വേണ്ട പ്ലീസ്. ഭർത്താവിന് ഫുള്ളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് അതിന്റെ പകുതി ഉണ്ട്. പക്ഷെ അത് ഇച്ചിരിയല്ലേ ഉള്ളൂ. ഞാൻ ശരിയാക്കിക്കോളാം. നാച്ചുറൽ ആയിട്ട്. കുട്ടികളെ ഇനി സുമിത്തിനും സുമയ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. ആഹ്ലാദിപ്പൻ ഈ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് ഇവരാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു രക്ഷയില്ലല്ലോ അജിത്ത്. ഇതുവരെ കണ്ട അംഗങ്ങളൊന്നും ആയിരുന്നില്ല. ഇതൊക്കെ കയ്യിൽ വെച്ചിട്ടായിരുന്നാ ഇരുന്നിരുന്ന് ജിപി അംഗം കാണാൻ പോണുള്ളൂ. അല്ല, എല്ലാവർക്കും പാവം സഹതാപ വോട്ട് വരെ നിസാറൊക്കെയാണ് കൊണ്ടുപോയത്. ഇത് തുടക്കത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നിങ്ങൾ കയറി സ്റ്റാർ ആയിരുന്നേനെ. അല്ല, എനിക്ക് പറയാനുള്ള വേറെ ഒന്നല്ല. ഞാൻ ഈ ടാസ്കിന് ഞങ്ങൾ ഒന്നിച്ചാണ് ഹിമയെ സുമിത്തോടെ ഇരിക്കുക. അപ്പൊ ഹിമ കണ്ടപ്പോ തൊട്ട് ചേട്ടാ എന്ത് സ്റ്റൈലാ, നിങ്ങൾ പെണ്ണ് കാണാൻ പോവാണ്, ഇത്ര ഭംഗിക്ക് വരേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ തീരുമാനിച്ചു പണി കിട്ടൂന്ന്. കറക്റ്റായിട്ട് കിട്ടിയല്ലോ. കറക്റ്റായിട്ട് കിട്ടി. അപ്പൊ ഹിമയുടെ നാക്കാണ് എന്റെ വിശ്വാസം, അല്ലാതെ കയ്യിരിപ്പിന്റെ അല്ല. ഈ പറഞ്ഞത് ശരിയാണോ? ഞങ്ങൾ അവിടെ വന്ന് ഇരിക്കുമ്പോ ഒരാള് മറ്റേ ബ്ലാക്ക് അല്ലേ ഭയങ്കര ഇന്നൊക്കെ ചെയ്ത് ഭയങ്കര തേച്ച ആ വടവില്ലേ അതൊക്കെ ഇങ്ങനെ അത്ര പെർഫെക്റ്റിലാണ് ആള് വന്നത്. അപ്പൊ ഞാൻ ചോദിക്കും കൂടി ചെയ്തു, എന്റെ അജിത്തേട്ടാ എന്നാ ലുക്കായത്, നിങ്ങൾ പെണ്ണാണാൻ പോവാണോന്ന് ഞാൻ ചോദിച്ചതാ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നിസാർക്കോ ഇതൊക്കെ വയ്യ. നിസാർക്ക് എവിടെയോ എന്തായാലും മാടമ്പള്ളിയിലെ യക്ഷീനെ പിടിച്ചു ശരിക്കും കാരണവരുടെ പ്രേതം ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നിസാർക്ക് ഇരിക്കുന്നത്. എന്താണ് നിസാർക്ക് ആലോചിച്ചിരുന്നിരുന്നത്? അല്ല ഞാൻ പറയട്ടെ, ഈ കസാര എങ്ങനെ ഒന്നും അല്ല ഇക്ക അത് തന്നെ ആയിരിക്കും ആലോചിച്ചിട്ടുണ്ടാവുക. കാര്യം നമ്മൾ പറയാൻ പോകുന്നത് അതാണ്. സൂപ്പർ സ്റ്റാർ ഗാലറിയിൽ ഇരിക്കുന്ന നമ്മുടെ സൂപ്പർ കപ്പിൾസ് അവരുടെ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. ബാക്കിയുള്ള 3 കപ്പിൾസ്, അതായത് നിസാരിക്ക ഷെജിത, ഹിമ സുമിത്, മീ തന്മറി, ഇവര് 3 പേരിൽ ആരാണ്? ഇവര് 3 പേരിൽ ഒരു കപ്പിളായിരിക്കും ഈ സീറ്റിൽ ഇരിക്കാൻ അർഹർ എന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ഞാൻ എന്റെ ഭാര്യനെ വിളിച്ചോണ്ടെന്ന് അവിടെ ഇരിക്കാൻ വല്ല മാർഗമുണ്ടോ? ഒരു മാർഗമില്ല. ഇത് കഴിയുമ്പോ തന്നെ ഇവിടുന്ന് പറപ്പിക്കാനുള്ള കാര്യമാണ് ഞങ്ങൾ ആലോചിച്ചോണ്ട് മിങ്കിളായിട്ട് ഇഴുകി ചേർന്നേ. ഈ ചെറിയ സമയം അവിടെ ഇരിക്കാൻ കിട്ടിയ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് ഒരു എന്താണ് അഭിപ്രായം പറയാൻ വേണ്ടി ഒരു കസേരയിൽ ഇരിക്കുന്നത് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താണ് അഭിപ്രായം പറയുന്നത്, നമ്മൾ അഭിപ്രായം പറയുമ്പോൾ അവർ ഏത് രീതിയിൽ എടുക്കും എന്നൊക്കെ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡിലാണ് എടുത്തിരിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ലക്ഷ്മി, എന്നെ ജഡ്ജ് ചെയ്തിട്ടുള്ളതല്ലാതെ ഞാൻ ഒറ്റ മനുഷ്യരെ അങ്ങോട്ട് കയറി ജഡ്ജ് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് സന്തോഷം തോന്നുന്നു. നമ്മൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ ആർക്കും വിഷമം ഒന്നും തോന്നരുത്. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും ഇവിടെയൊക്കെ ഇരിക്കാമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അവർക്ക് വിഷമം തോന്നാത്ത രീതിയിൽ, എന്നാൽ ഒട്ടും കാര്യങ്ങൾ മറച്ചു വെക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാൻ പറ്റി. ഇനി അവിടെ വന്നിരിക്കാൻ പോകുന്ന കപ്പിൾസിൽ നിന്നും ഇവരെക്കാൾ നല്ല രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏഷ്യൻ പെയിന്റ്സ് അൾട്ടിമ പ്രൊട്ടക്ട് സൂപ്പർ സ്റ്റാർ ഗാലറിയിലെ നമ്മളുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ കപ്പിൾസ് ആയ സഞ്ജുവും ആൻഡ് ലക്ഷ്മി, നല്ല കാര്യം ഒരുക്കി കൊടുത്തു. നിങ്ങളെ ഏൽപ്പിച്ച ജോലി, നിങ്ങളെ കസേരയോട് 100% നീതി പുലർത്തി. ബാക്കിയൊക്കെ ഇനിയും പ്രേക്ഷകരുടെ കയ്യിലാണ്, അവരാണ് തീരുമാനിക്കുക. അതെ, അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വേറൊരു ഉഗ്രൻ ചാലഞ്ച് ഇവിടെ നടപ്പുണ്ട്. ഈ വേദിയിലേക്ക് കടന്നു വരാനുള്ള അവരുടെ ഒരു അവസരവും കൂടെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഓൺ ആണ്. നമ്മുടെ ഈ ഒരു സൂപ്പർ കപ്പിൾസിനെ ചാലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നുള്ള കപ്പിൾസ് ഒരുപാട് വീഡിയോസ് ഇപ്പോഴും സ്റ്റിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മുടെ കമ്പനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീനാണ്. ഉത്സവങ്ങളുടെ 9ാം ആഴ്ച ഇവിടെ പിന്നിടുമ്പോൾ ഇനി വരാൻ പോകുന്നത് തീപാറും മത്സരങ്ങളുടെ ആവേശം നിറയുന്ന എപ്പിസോഡുകൾ. എന്റെ കക്ഷിയായ ലെന അജിത്ത് തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. പുള്ളിക്കാരി സൗന്ദര്യമുണ്ട്. കഴിവ് പറഞ്ഞിട്ടില്ല. ചിരിയുടെ മേളം കൊണ്ട് മലയാളിയെ സ്വീകരിച്ച മിസ്റ്റർ ആൻഡ് മിസീസ് ഇനി മികച്ച പുലിവാൽ ജോഡിയെ തിരഞ്ഞെടുക്കാനുള്ള മത്സര വഴിയിലേക്ക്. ഇതുവരെ നിങ്ങൾ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി. ഇനി ഇവരുടെ വിധി പറയാൻ പോകുന്ന ആവേശ ദിനങ്ങൾ.
അത് എന്റെ ശരിയാണ്. ഗ്രൂപ്പിസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് എന്റെ മാത്രം ശരിയാണ്. വിധികർത്താക്കൾക്കൊപ്പം വിധി പറയാൻ ഇനി നിങ്ങൾ പ്രേക്ഷകർക്കും അവസരം. ഇവരിൽ ആരാവണം ആ താരദമ്പതികൾ എന്ന് തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സുവർണാവസരം സ്വന്തമാക്കാൻ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക. ഈ മത്സരത്തിൽ നേരിട്ട് പങ്കാളികളാവുക. അപ്പൊ കിട്ടുന്ന അവസരം പരമാവധി ഉപയോഗപ്പെടുത്തിക്കോ. എന്താ ടെൻഷൻ എല്ലാവരും മൊത്തത്തിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. അവര് വരട്ടെ അല്ലേ, ഒരു കൈ മുട്ടി നോക്കട്ടെ, അപ്പൊ അറിയാം നമ്മുടെ പവർ എന്താന്ന്. ഇത് തന്നെയാണ് ഞാൻ അവരോടും പറയാൻ പോകുന്നത്. ഇപ്പൊ നമ്മളെല്ലാം പ്രേക്ഷകർക്ക് വിട്ടുകൊടുത്ത സ്ഥിതിക്ക് പ്രേക്ഷകർ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പൊതുവെ ഒരു ആഘോഷമാക്കിയിട്ടാണ് നമ്മുടെ വൈൻഡപ്പ് ചെയ്യാറ്. ഇപ്പൊ എല്ലാരും കൂടെ ഡാൻസ് ചെയ്യുന്നത് കണ്ടിട്ട് കുറച്ചു കാലമായി. അവരുടെ ആ റിക്വസ്റ്റ് നമുക്ക് അതെ ഓൾറെഡി വാമപ്പായി. അവസാനത്തെ പേട്ടതുള്ളലിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു ബാക്കിയുള്ള എല്ലാവരും. ഇതേപോലുള്ള ഒരുപാട് അടിച്ചുപൊളി എപ്പിസോഡൊക്കെ ആയിട്ട് മിസ്റ്റർ ആൻഡ് മിസ്സസിന്റെ ഫുൾ ഫാമിലി അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം Beauty the Beauty Stove at BX5 Tony Hair Collection Co-President Mr. and Mrs. നമ്മുടെ ബ്ലോക്ക്ബസ്റ്റർ പാർട്ണർ ബൈ ജനറേഷൻ ഡീപ് കോപ്പറേറ്റ് ബൈ Asia Paints and special partner so big good time.